ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. എൻ്റെ ഒരു കുറച്ച് നാൾ കൂടിയുള്ള ഒരു വീഡിയോയാണ് ഇന്ന് എടുക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തെല്ലാം എല്ലാ ബുധനാഴ്ചയും ഓരോന്ന് വീതം ഇട്ടിരുന്ന ഒരു 10 എണ്ണത്തോളം നേരത്തെ എടുത്ത് സ്റ്റോക്കുള്ളതായിരുന്നു. അതുകൊണ്ട് ഇടാൻ പറ്റി. ഈ പ്രാവശ്യം എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായി. അതിലൊന്ന്, എൻ്റെ ചേട്ടൻ മരിച്ചുപോയി. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനന്തകൃഷ്ണൻ നായർ എന്നാണ് പേര്. പുള്ളിക്ക് 84 വയസ്സായിരുന്നു. വലിയ അസുഖങ്ങളൊന്നുമില്ലാതെ നടന്നേച്ചു വന്ന് ഗേറ്റും കുറ്റിയിട്ട്, അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന വഴി അവിടെ വീണ്. ആരും നോക്കിയില്ല, ആരുമില്ല. വൈഫ് ലീല മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി കുറേ കഴിഞ്ഞ് വന്ന് നോക്കുമ്പം ആളെ കണ്ടില്ല. പിന്നെ പെട്ടെന്ന് അയൽവക്കംകാരെ സന്ധ്യ മയങ്ങി. അന്നേരമാണ് നോക്കാൻ പോയത്, ഈ വരണ സമയം കഴിഞ്ഞപ്പോൾ. അങ്ങനെ അതിൻ്റെ ഒരു വല്ലാത്ത ദുഃഖാവസ്ഥയിൽ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നുപോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണവും ഇല്ല. ഒന്നാമത് ഈ പറഞ്ഞ കാര്യം. ആദ്യം നടന്നത് ഇതാണ്. അതിനുശേഷം അതിൻ്റെ ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ്, സഞ്ചയനവും മറ്റ് ചടങ്ങുകളും എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭംഗിയായിട്ട് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് ഊണുമുറിയിലോട്ട് വരുന്നിടത്ത് ഒരു നല്ല വീഴ്ച വീണു. വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏറ്റവും സൂക്ഷിച്ച് നടന്നുകൊണ്ടിരുന്നത്. മുറിക്കകത്താണ് അങ്ങനെ പോലും നടക്കുന്നത്. ഒരു 3/4 മണിക്കൂർ നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും നടന്നപ്പം എനിക്ക് തോന്നുന്നത് അടുക്കളയും ഊണുമുറിയും വേർതിരിച്ചുകൊണ്ട് ഒരു കതകിനൊരു പടിയുണ്ട്. ആ പടിയിൽ എൻ്റെ ചെരുപ്പ് തട്ടിയതാകാം, അല്ലെങ്കിൽ എൻ്റെ മുണ്ടിൻ്റെ ഈ കുത്ത് അഴിഞ്ഞ് താഴോട്ട് വന്ന് അതേ ചവിട്ടിയതാകാം. അതും അല്ലെങ്കിൽ തല ഇറങ്ങിയതും ആകാം. ഇംബാലൻസും ഉണ്ട്, തലകറക്കവും ഉണ്ട് എനിക്ക് കുറച്ച് നാളായിട്ട്. ഇതിലേതാ കാരണം എന്നൊരു പിടിയില്ല. ഏതായാലും ഉടനെ തന്നെ 10 മിനിറ്റിനകം ഞങ്ങൾ ഭാരത് ഹോസ്പിറ്റലിലെത്തി. അവിടെ ഡോക്ടർ ശ്രീകുമാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സൺഡേ ആയിരുന്നു. എന്നിട്ടും ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അവിടെ വെച്ച് 3-ാം പക്കം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഒരു സർജറി ഇപ്പം ചെയ്യാൻ അനുവാദമുള്ളൂ. അതെല്ലാം 3 ദിവസം കൊണ്ട് കിട്ടി. പിന്നെ ഒരു സ്റ്റീൽ റോഡ് ഇട്ടിട്ട് നമ്മൾ ഈ കഴുക്കോലടിക്കുന്ന അതേ ഒച്ചയിൽ അത് അടിച്ചു കയറ്റുന്ന ഒച്ച നമുക്ക് കേൾക്കാം. ഇതാണ് 2 വശത്തും സ്ക്രൂ ഇട്ട് മുറുക്കി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. കുറച്ച് വേദനയിലും കൂടുതൽ ഈ ഷോക്ക് അടിക്കുന്ന പോലെ എപ്പോഴും ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അനങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തോന്നുമായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോഴും വേദന അധികം ഇല്ല, സഹിക്കാവുന്ന വേദനകളൊക്കെ ഉള്ളൂ. അത് ശരിയായി. പക്ഷേ ഫിസിയോതെറാപ്പി നല്ല 1-ാം തരമായിട്ട് ചെയ്യണം. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഞാൻ അയ്യപ്പോ എന്നൊക്കെ വിളിക്കുമായിരുന്നു. അതുപോലെ കഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ച 3 ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാൻ ആൾ വരും. പിന്നെ ബാക്കി ദിവസം ഇവിടെ ദീപയും ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും 2 നേരം വെച്ച് ചെയ്യുന്നുണ്ട്. ഒരുവിധം വിരളൊക്കെ അനക്കി തുടങ്ങി. കൈ മനക്കാം, കൈ പൊക്കാം. പക്ഷേ ഇളക്കാനും കഴിക്കാനും ഒന്നും ആയിട്ടില്ല. അതൊക്കെ ഇനിയും മിനിമം 6 മാസം എടുക്കുമെന്നാണ് അവർ തന്നെ പറയണത്. ഏതായാലും ഈ കാര്യം നിങ്ങളോട് പറയാനും കൂടെയാണ് ഇന്ന് ഞാൻ വന്നത്. എൻ്റെ കൈ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെറുതെ ഇരുന്നിരുന്ന് എനിക്ക് അപ്പടി വണ്ണം വെച്ചു. കണ്ടോ, കൈ ഇങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ മാറ്റാം. കണ്ടോ, ചോറ് കൊണ്ടുവന്ന് പ്ലേറ്റിൽ നിന്നെടുത്ത്, അത് ഞാനിപ്പോൾ ഇടത്തെ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതും. ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എനിക്ക് ഇളക്കിയിട്ട് ഒന്നും ചെയ്യാനോ കുക്കിംഗ് ചെയ്യാനോ സ്വല്പം അസൗകര്യമുണ്ട്. ഓണക്കാലമായിക്കൊണ്ട് ഈ കാര്യം പറയുന്നത് ശരിയല്ല എന്നെനിക്ക് അറിയാം. പക്ഷേ ഇത് നിങ്ങളോട് പറഞ്ഞേ കൂടൂ എനിക്ക്.
അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ വേറൊന്ന്, എൻ്റെ വീഴ്ചയ്ക്കിടയ്ക്ക് തന്നെ സാറിൻ്റെ കണ്ണിന് കാറ്ററാക്റ്റ് ഓപ്പറേറ്റ് ചെയ്തു. കാറ്ററാക്റ്റ് പൊതുവേ വരുന്നത് ഒരു 55, 60, 65 ഒരു അതിൻ്റെ ഇടയിലൊക്കെ ഏതെങ്കിലും പ്രായത്തിലാണ് സാധാരണ കണ്ടിരിക്കുന്നത്. പക്ഷേ സാറിൻ്റെ കാറ്ററാക്റ്റ് വന്നത് 87-ാം വയസ്സാകാറായപ്പോഴാണ്. 86.5 വയസ്സിലാണ്. 2 കണ്ണിനും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കണ്ണുപയോഗിക്കുകയും കണ്ണുകൊണ്ട് വായിക്കുകയും കണ്ണുകൊണ്ട് എഴുതുകയും, കണ്ണില്ലാതെ എഴുതാൻ പറ്റില്ലല്ലോ, അങ്ങനെ മാക്സിമം കണ്ണുപയോഗിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ സാറ്. അപ്പോൾ അതും കൂടെ പറയണ്ടേ. ഇപ്പോൾ അതെല്ലാം സാറിൻ്റേതൊക്കെ മരുന്നൊഴിക്കലൊക്കെ ഏകദേശം ഒരു ലെവലായി. ഞങ്ങൾക്ക് ഞങ്ങളുടെ 2-3 ബന്ധു വീടുകളിലും 3-4 പല മരണങ്ങൾ ഞങ്ങളുടെ കുടുംബത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടും ഒക്കെ നടന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെങ്ങും ഈ പ്രാവശ്യം 4-5 വീടുകളിൽ പല സ്ഥലത്തും ഈ പ്രാവശ്യം ഓണം ഇല്ല. അടുത്ത വർഷം നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ച് കളയാം. എന്താ, എൻ്റെ മക്കൾ 2 പേരും വന്നു, അവരുടെ ഭാര്യമാരും വന്നിരുന്നു. വീഴ്ച കഴിഞ്ഞ് കണ്ണ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഇവിടെ. അതുകൊണ്ട് അവരെല്ലാവരും സഹായിച്ചത് കൊണ്ട് ഇപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് പിരിഞ്ഞു തുടങ്ങി അവരവരുടെ ജോലി സ്ഥലത്തേക്ക്. എന്നാലും നല്ലപോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ പറ്റി. അതാണ് മറ്റൊരു കാര്യം. നമുക്ക് അടുത്ത ഓണത്തിന് കൈയൊക്കെ ശരിയാകും, പായസം വയ്ക്കാറാകും, വലിയ ചട്ടുക എടുത്ത് ഇളക്കാറാകും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല പായസങ്ങളൊക്കെ വെച്ച് ഈ ഓണം, വരാൻ പോകുന്ന ഓണം ആഘോഷിക്കാം. ഈ ഓണത്തിന് നിങ്ങൾക്ക് ആശംസ മാത്രമേ എൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളൂ. എല്ലാവർക്കും നന്നായിരിക്കട്ടെ, നല്ല ഓണക്കൊടികളും പൂക്കളങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.